ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം. ഇന്ന് 2 പേര് വീട്ടിൽ നിന്ന് ഔട്ടായി. ഒന്ന് രേണുസുതി, മറ്റേത് അപ്പാനി ശരത്ത്. രേണുസുതി ഔട്ടായപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കാൻ പോലും എന്താ പറയുക, ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല അവർക്ക്. സാധാരണ എല്ലാവരും ഔട്ടാകുമ്പോൾ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഫേർട്ടും ഒരു സാധനവും രേണുസുതി ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ സ്ക്രീനിനകത്ത് ലാലേട്ടൻ ആ വീഡിയോ പ്ലേ ചെയ്യാഞ്ഞത്. പക്ഷേ രേണുസുധിയുടെ സപ്പോർട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലാലേട്ടൻ അത് പറയുകയും ചെയ്തു, ഇത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല പുറത്താകുന്നത്, മറിച്ച് നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയുടെ പുറത്താണ് രേണുസുധി ഔട്ടായിട്ടുള്ളത്. പക്ഷേ അപ്പാനിശരത്ത് ഔട്ടായത്. അപ്പാനിശരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്പാനിശരത്ത് നല്ല രീതിയിനകത്ത് ഇത്രയും ദിവസം സ്ക്രീൻ സ്പേസും അതുപോലെ തന്നെ എല്ലാ ഇതിലും വന്ന ഒരാളാണ്. പക്ഷേ നമുക്കൊരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നെഗറ്റീവ് ഗെയിം കളിക്കുന്നവരുണ്ട്, പോസിറ്റീവ് ഗെയിം കളിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ വോട്ട് സ്പ്ലിറ്റ് ആവും. അതിവിടെ അപ്പാനിശരത്തിന് വന്നിട്ടുണ്ട്. കാരണം അക്ബറും ഈ പറഞ്ഞ നോമിനേഷനിൽ ഉൾപ്പെടുന്ന ഒരാളായിരുന്നു. നമുക്കറിയാം, സ്വന്തമായിട്ടൊരു വ്യക്തി നിലപാടെടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ജനങ്ങളിലോട്ട് പെട്ടെന്ന് എത്തും. പക്ഷേ ഒരു ഗ്രൂപ്പിൻ്റെ അഭിപ്രായത്തിനോട് ചേർന്ന് നിന്ന് നമ്മൾ എത്ര ഒച്ചയെടുത്താലും അതിനൊരു ഫലമില്ലാണ്ടായി പോകും. അങ്ങനെ ഒരു ആളാണ് നമുക്ക് അപ്പാനിശരത്തിന് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും പുള്ളിക്ക് കുറച്ച് നാൾ കൂടി പോകാൻ പറ്റുമായിരുന്നു, സ്വന്തമായിട്ടൊരു നിലപാടും സ്വന്തമായിട്ടൊരു സ്റ്റാൻഡും എടുത്തിരുന്നെങ്കിൽ. ഇന്നെന്തായാലും 2 എവിക്ഷൻ നടന്നു. ഇനി നാളെ ഒരു എവിക്ഷനും കൂടി ഉണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. ഇന്ന് പ്രമോ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.